ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്യൂബ് ടച്ച്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് കെമിക്കൽ ചേഞ്ചസിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഒരു മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യാണ്. നമ്മൾ ഈ ഒരു മെഗ്നീഷ്യം റിബൺ കത്തിക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എയറിലാണ്. എയറിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു മെഗ്നീഷ്യം റിബൺ കത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ്, അതായത് ഒരു വൈറ്റ് പൗഡർ ആക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ നമ്മൾ അടിയിൽ ഒരു വാച്ച് ഗ്ലാസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റ് പൗഡർ ആക്കി കിട്ടും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈറ്റ് പൗഡർ കിട്ടാൻ കാരണം? ഡു യു ഒബ്സർവ്? യെസ്, അതിനുള്ള ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു മെഗ്നീഷ്യം റിബൺ നമ്മൾ എയറിൽ കത്തിക്കുമ്പോൾ, അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് എയറിൽ നമ്മൾ കത്തിക്കുമ്പോൾ ഒരു വൈറ്റ് ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു നല്ല വെള്ള കളറുള്ള ഒരു ഫ്ലെയിം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലെയിം കാരണമാണ് നമുക്കൊരു വൈറ്റ് പൗഡർ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യം റിബൺ നമ്മൾ ഇൻ ദ പ്രസൻസ് ഓഫ് എയറിൽ നമ്മൾ എന്ത് ചെയ്യും, കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ്, അതായത് ഈ ഒരു വൈറ്റ് പൗഡർ എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളറിലുള്ള ഒരു പൗഡർ ആയിരിക്കും. ആ ഒരു പൗഡറാണ് മെഗ്നീഷ്യം ഓക്സൈഡ്. You must have observed that magnesium ribbon burns with a dazzling white flame and changes into white powder. This powder is magnesium oxide. അപ്പോൾ നമ്മൾ പറഞ്ഞു മെഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോൾ ഒരു വൈറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിം ആയിട്ടായിരിക്കും കിട്ടുന്നത്. അത് ചേഞ്ച് ആയിട്ടാണ് ഒരു വൈറ്റ് പൗഡർ ആക്കിയിട്ട് അത് ചേഞ്ച് ചെയ്യും. നമുക്ക് ആ ഒരു വൈറ്റ് പൗഡർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? മെഗ്നീഷ്യം ഓക്സൈഡ് ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പൗഡർ ആയിട്ട് മാറാൻ കാരണം? ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ റിയാക്ഷൻ ബിറ്റ്വീൻ മെഗ്നീഷ്യം ആൻഡ് ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ എയർ. അതായത് എയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓക്സിജനും അതേപോലെ തന്നെ നമ്മൾ കത്തിക്കുന്ന മെഗ്നീഷ്യം റിബണിൻ്റെ മെഗ്നീഷ്യം കൂടെ റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു mg റിബൺ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വൈറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു mg റിബൺ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വൈറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിം ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു വൈറ്റ് പൗഡർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു mg കത്തിക്കുമ്പോൾ, അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ് ഓക്സിജൻ, അതായത് എയറിൻ്റെ പ്രസൻസിലാണ് നമ്മളിത് കത്തിക്കുന്നത്. അപ്പോൾ mg പ്ലസ് ഓക്സിജൻ ഗീവ്സ് നമുക്ക് എന്ത് കിട്ടും? മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യം നമ്മൾ എയറിൻ്റെ പ്രസൻസിൽ കത്തിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഓക്സിജനാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം കൂടെ നോക്കാം. അതായത് സിങ്ക് ഗ്രാനുവൽസ് ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മളിടും. അതിൻ്റെ ഒപ്പം HCl അല്ലാന്നുണ്ടെങ്കിൽ H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡോ അല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡോ നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്കിൽ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് Zn അതേപോലെ തന്നെ ഈ ഒരു SO4 ആയിരിക്കും, ZnSO4. അതേപോലെ തന്നെ ബാക്കി കിട്ടുന്നത് ഈ ഒരു H2 ഗ്യാസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഡു യു ഒബ്സർവ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആൻസറാണ്, അതായത് നമ്മൾ ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ Zn അതായത് സിങ്ക് ഗ്രാനുവൽസും സൾഫ്യൂരിക് ആസിഡും കൂടെ എന്താണ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയതല്ല നല്ല ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ ആ ഒരു കോണിക്കൽ ഫ്ലാസ്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നല്ല ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കോണിക്കൽ ഫ്ലാസ്ക് നല്ല ഹോട്ടായിരിക്കും. അതിന് കാരണം ഈ ഒരു H2 ഗ്യാസ് അവിടെ നിന്ന് എന്താണ് പുറത്തു വരുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? അതുപോലെ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ് ലെഡ് നൈട്രേറ്റ്, അതായത് PbNO3 ട്വൈസ്. ഇതാണ് ലെഡ് നൈട്രേറ്റ്. ഇത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് അതിന് ശേഷം പൊട്ടാസ്യം അയഡൈഡ്, അതായത് KI കൂടെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു PB അതേപോലെ തന്നെ IO ആയിരിക്കും. PbI2 ഉണ്ടാവും. ഓക്കെ, PbI2 ഉണ്ടാവും. അതേപോലെ തന്നെ പ്ലസ് നമുക്ക് എന്ത് കിട്ടും? KNO3. ഓക്കെ, KNO3 ആയിരിക്കും നമുക്ക് വേറെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കിതെന്തായിരിക്കും? യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോക്കി മെഗ്നീഷ്യം റിബൺ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ് എയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഓക്സിജൻ ആയിരിക്കും.
അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ സിങ്ക് ഗ്രാനുവൽസ് ആണ്. സിങ്ക് ഗ്രാനുവൽസ് എന്ത് ചെയ്യും, സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ZnSO4 പ്ലസ് H2 ഗ്യാസ് ആയിരിക്കും അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയോഡൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് PbI2 അതായത് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. 3 ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ചെറിയൊരു ഒബ്സർവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഉണ്ടായിരിക്കുന്ന ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് അവിടെ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ചേഞ്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റോ ഉണ്ടാവുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് നിന്ന് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നു, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ചേഞ്ച് ഇൻ കളർ, ഇവല്യൂഷൻ ഓഫ് എ ഗ്യാസ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു 3 ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ നമുക്ക് നടന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ സ്റ്റേറ്റിൽ നിന്ന് ചേഞ്ചായി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കളർ ചേഞ്ചായി, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഗ്യാസ് ഇവല്യൂഷൻ ആവുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ് ചേഞ്ച് ആവുക. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബൈ.